വൺ തോട്ട് ഫോർ ദ ഡേ. ഇന്നത്തെ തോട്ട്, നമുക്ക് ഫാറ്റി ലിവർ ആയുർവേദത്തിൽ മാനേജ് ചെയ്യാൻ പറ്റുമോ? അതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ ആയുർവേദത്തിൽ? അപ്പം നമുക്ക് നോക്കാം അല്ലേ. ഇന്നത്തെ തോട്ട് അതിനെ പറ്റിയിട്ടാണ്. ആയുർവേദത്തിൽ ഫാറ്റി ലിവറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ ഫുഡ് കൺട്രോൾ ചെയ്ത്, അതായത് പഥ്യം ഫോളോ ചെയ്ത്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും വരുത്തി, മെഡിസിൻസും തെറാപ്പീസും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫാറ്റി ലിവർ നല്ല രീതിയിൽ മാനേജ് ചെയ്യാം. ഇപ്പോൾ തെറാപ്പി എന്ന് പറയുമ്പോൾ ഉഴിച്ചിൽ വീഴ്ചയിലല്ല. ഫാറ്റി ലിവറിന് പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ്സ് ആണ്. അതായത് വിരേചനം, അങ്ങനത്തെയൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് അതിൽ വരുന്നത്. ബസ്തി ഒക്കെ പോലത്തെ ട്രീറ്റ്മെൻറ്റ്സ്. അപ്പോൾ അത് ഒരു ആയുർവേദ ഡോക്ടറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് ഫാറ്റി ലിവറിനെ ട്രീറ്റ് ചെയ്യാം. അല്ലാണ്ട് വെറുതെ നമ്മൾ ടിപ്സ് മാത്രം കേട്ടിട്ട് തന്നെത്താൻ പ്രയോഗിച്ച് നോക്കരുത്. അപ്പോൾ ഇതിൽ പല രീതിയിൽ പല സ്റ്റെപ്സ് ആയിട്ടാണ് ആയുർവേദം ഇതിനെ കാണുന്നത്. ഫസ്റ്റ് ആദ്യം തന്നെ നമ്മുടെ ദഹന പ്രക്രിയ ശരിയാക്കുന്നു, ഈ ഡീടോക്സിഫിക്കേഷൻ നടത്തുന്നു. നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കിടക്കുന്ന ടോക്സിൻസിനെ എലിമിനേറ്റ് ചെയ്തിട്ടാണ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത് തന്നെ. പിന്നെ അതിൽ ഓരോ അവരുടെ സിംറ്റംസിനനുസരിച്ച് നമ്മളുടെ രീതിയിൽ വാതപിത്ത കഫമായിട്ടുള്ള കാര്യങ്ങൾ ഏതാണെന്ന് നോക്കി അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ്. ബേസിക്കലി വാതപിത്ത കഫം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ശരീരത്തിനും ഓരോ തരത്തിലായിരിക്കും ഓരോ ഇതുണ്ടാവുക. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളനുസരിച്ച് അത് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ പല മെഡിസിൻസും ഇതിൽ നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ കഞ്ഞുണ്ണി ഒക്കെ ഇതിന് വളരെ നല്ല ഇതാണ്. പിന്നെ ഈ ചിറ്റമൃത്, പിന്നെ നമ്മുടെ നെല്ലിക്ക, ഇതൊക്കെ അതിന് വളരെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുകയും ലിവറിൻ്റെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ്. പിന്നെ പഞ്ചകർമ്മ തെറാപ്പീസിൻ്റെ ഒപ്പം തന്നെ യോഗയും നമുക്ക് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. പ്രാണായാമവും സൂര്യനമസ്കാരവും പോലെയുള്ള കാര്യങ്ങൾ ഇതിൽ വ്യത്യാസം വരുത്തുന്നതാണ്. പിന്നെ വേറെയും പല ആസനാസ് ഉണ്ട് അതിൽ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് വേറെ ഗൈഡ് ലൈൻസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷുഗറും ഫാറ്റ് ഇൻടേക്കും, അതായത് ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര മാത്രമല്ല ഷുഗർ, ശർക്കരയും. ഇപ്പോൾ ഷുഗർ കട്ട് ഡൗൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശർക്കരയും പഞ്ചസാരയും എല്ലാം കട്ട് ഡൗൺ ചെയ്യണം. ആ രീതിയിൽ നമ്മൾ ഇതാക്കണം. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ കേട്ടിട്ടുണ്ടാവും, അതിലത്തെ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ ലിവറിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കഴിക്കേണ്ടതെന്ന്. അതൊക്കെ കഴിക്കുക. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമ്മൾ മാനേജ് ചെയ്തുകൊണ്ടായി കഴിഞ്ഞാൽ ഫാറ്റി ലിവർ ഉറപ്പായിട്ടും മാറ്റാൻ പറ്റും. അപ്പോൾ വെറുതെ മെഡിസിൻ മാത്രം കഴിച്ച് അല്ലെങ്കിൽ ഒറ്റമൂലികൾ മാത്രം കഴിച്ച് മാനേജ് ചെയ്യുന്നതിനേക്കാളും ഈ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വ്യത്യാസം വന്ന് അത് മാറ്റാൻ പറ്റും. കീഴാർനെല്ലി അല്ലെങ്കിൽ കടുകരോഹിണിയൊക്കെ മാത്രമായിട്ട് കഴിച്ചിട്ട് ഇത് മാറ്റാം എന്നുള്ള ഇതിനേക്കാളിലും അത് കൃത്യമായ ട്രീറ്റ്മെൻറ്റിൽ കൂടെ മാറ്റുന്നതാണ് അതിൻ്റെ നിങ്ങളുടെ ശരീരത്തിനും അഭികാമ്യം, നിങ്ങളുടെ ആരോഗ്യത്തിനും. അത് തിരിച്ച് റിക്കറൻസ് വരാണ്ട് കൊണ്ടു നടക്കലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിൽ കൂടെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ നോക്കി ട്രീറ്റ്മെൻറ്റ് എടുത്ത് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.